ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ. വിശ്വഗുരു ശ്രീനാരായണ പരമഹംസദേവന്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. അറിവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം. ദേവദശകം വാട്സപ്പ് ഗ്രൂപ്പിലെ ആത്മമിത്രങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ചരിത്രം അടുത്ത അധ്യായത്തിലേക്ക് കിടക്കാം. തലശ്ശേരിയിൽ നിന്നും മരുതൂർക്കാണിയിൽ കുഞ്ഞിക്കണ്ണൻ ശിവഗിരിയിലേക്ക് പുറപ്പെട്ടു. ശിവഗിരിയിൽ ചെന്ന് ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. തൻ്റെ ആഗ്രഹം, തലശ്ശേരിയിലെ ഒരു ക്ഷേത്ര പ്രതിഷ്ഠ എന്ന ആഗ്രഹം ഗുരുവിനെ അറിയിച്ചു. ഗുരു അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിയിലേക്ക് തിരികെ എത്തി. ഗുരു ഉപദേശിച്ചതനുസരിച്ചിട്ട് ആദ്യം ജനങ്ങളുടെ ഉള്ളിൽ ഒരു ക്ഷേത്രം വേണമെന്ന ആവശ്യം അതുണരണം. അതിനായി പല ദിക്കുകളിലേക്കും കുമാരനാശാൻ പോകാൻ സാധ്യതയുള്ള പല സ്ഥലങ്ങളിലേക്കും കത്തുകൾ അയച്ചു. കുമാരനാശാനെ തലശ്ശേരിയിൽ എത്തിച്ചു. ആശാൻ പല സ്ഥലങ്ങളിലും പല ആളുകളുടെ അടുത്തും ചെന്നു. പ്രമാണിമാരുടെ അടുത്തെല്ലാം ചെന്ന് ജനങ്ങളെല്ലാം പറഞ്ഞു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി, സഭകൾ വിളിച്ചുകൂട്ടി, യോഗങ്ങളൊക്കെ നടത്തി. തലശ്ശേരിക്കാരുടെ ഉള്ളിൽ ഒരു ക്ഷേത്രം വേണമെന്നൊരു ആഗ്രഹം ഉണർത്തി. എന്നിട്ട് കുമാരനാശാൻ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകാൻ നേരം ആശാൻ കുഞ്ഞിക്കണ്ണനോട് പറഞ്ഞു, ഞാൻ തെക്കോട്ട് പോവുകയാണ്. ഇവിടെ സഭകൾ കൂടണം, സഭകൾ നടക്കും, യോഗങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ആളുകൾ പലരും സംഭാവന പറയും, അത് പുസ്തകത്തിൽ എഴുതി വയ്ക്കും. പക്ഷേ പണം പിരിഞ്ഞു കിട്ടുക പ്രയാസമാണ്. അപ്പോൾ ആവലാതി ഉണ്ടാകും, കുഞ്ഞിക്കണ്ണന് വ്യാകുലത ഉണ്ടാവും. ഈ ശ്രമങ്ങൾ അവസാനിക്കും. അങ്ങനെയൊന്നും ഇടവരരുത്. തടസ്സങ്ങൾ ധാരാളം ഉണ്ടാകും. എന്നാലും ആ തടസ്സങ്ങളൊക്കെ നീക്കി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് എപ്പോഴും സ്വാമിത്പാദങ്ങൾ അത് വീക്ഷിക്കുക. സ്വാമിത്പാദങ്ങൾക്ക് കൗതുകമാണ്. കാറ്റും കോളുമൊക്കെ വരും. അതൊക്കെ തരണം ചെയ്ത് സധൈര്യം മുന്നോട്ട് നീന്താനുള്ള മനസ്സാണ് വേണ്ടത്. ഗുരുസ്വാമി കാക്കും. ആശാന്റെ ഈ വാക്കുകൾ കുഞ്ഞിക്കണ്ണനെ വളരെയധികം ഉദ്ബോധിപ്പിച്ചു. കുഞ്ഞിക്കണ്ണനെ ജാഗരൂകനാക്കി. അവിടെ നിന്നും അങ്ങനെ യാത്ര ചെയ്തു പോകവേ ആശാൻ വീണ്ടും പറഞ്ഞു, ട്രൈ ടിൽ വി റീച്ച് ദ ഗോൾ. 1905 ജൂലൈ 16 തലശ്ശേരിയിലെ പറമ്പത്ത് വീട്ടിൽ വീണ്ടും ഒരു യോഗം ചേർന്നു. ആ യോഗത്തിലാണ് തലശ്ശേരി ശ്രീ ജ്ഞാനോദയ യോഗം എന്ന നാമകരണം നടത്തിയത്. തലശ്ശേരിയുടെ ചരിത്രത്തിൽ ഗുരുഭക്തരുടെ ആദ്യത്തെ കൂട്ടായ്മയായി രൂപീകരിക്കപ്പെട്ട് വളർന്ന് പന്തലിച്ച ശ്രീ ജ്ഞാനോദയ യോഗം അങ്ങനെ രൂപം കൊണ്ടു. പിന്നീട് അതിന് ചില സ്ഥലങ്ങളിൽ ഉപസഭകളൊക്കെ രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടന്നു. ആ സമയത്താണ് ആശാന്റെ വാക്കുകൾ സത്യമായി തീരുന്നത് കുഞ്ഞിക്കണ്ണന് മനസ്സിലായത്. കാരണം ആളുകളൊക്കെ അവരുടെ നിലയും വിലയും അനുസരിച്ച് സംഭാവനകളൊക്കെ തരാമെന്ന് ഏൽക്കും. പക്ഷെ പണം പിരിക്കാൻ ചെല്ലുമ്പോൾ പറഞ്ഞതുപോലെ ഒന്നും പണം കിട്ടുന്നില്ല. പണം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. പിരിഞ്ഞ് കയ്യിലെത്തുന്നില്ല. പ്രമാണിമാരൊക്കെ വാക്ക് പറയുന്നു. പക്ഷേ പണം പിരിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ക്ഷേത്രപ്പണി തുടങ്ങട്ടെ എന്നിട്ട് തരാമെന്നാണ്. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി തരണം ചെയ്യണം, പണം വന്നു ചേരണം. കുഞ്ഞിക്കണ്ണൻ വിചാരിച്ചു, പരസ്യമായിട്ട് തന്നെ പണം പിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ ആദ്യത്തെ സംഭാവന നൽകുന്ന ആളുടെ ഒരു ഭാഗ്യത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് ആദ്യ സംഭാവന അത് തരാനായിട്ടുള്ള ഭാഗ്യം രാമുണ്ണി വക്കീലിന് കിട്ടുകയാണ്. കൊറ്റത്ത് രാമുണ്ണി വക്കീല് ഖജാൻജിയാണ്. ആദ്യ സംഭാവന സ്വീകരിക്കാൻ വേണ്ടി ആളുകളൊക്കെ ചേർന്ന് കൊറ്റത്ത് രാമുണ്ണി വക്കീലിൻ്റെ അടുത്ത് ചെന്നു. പക്ഷേ രാമുണ്ണി വക്കീലിൻ്റെ കയ്യിൽ പണമില്ല. എന്തായാലും കുഞ്ഞിക്കണ്ണൻ ഒരു കിഴിയിൽ 1 പവൻ സ്വർണവും അല്പം പണവും കരുതിയിരുന്നു. അങ്ങനെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര സ്ഥാപനത്തിന് ആദ്യ സംഭാവന അതും കൊടുക്കാനുള്ള ആ ഒരു ഗുരുകൃപ കുഞ്ഞിക്കണ്ണന് ലഭിക്കുകയുണ്ടായി. സംഭാവനയെല്ലാം കുഞ്ഞിക്കണ്ണൻ കൊടുത്തു. പക്ഷേ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ പണം വന്നു ചേരണം. ആളുകൾ ഒക്കെ പറയുന്ന പോലെ പണം കൊടുക്കുന്നില്ല. പല ആളുകളും പിന്നീട് യോഗങ്ങളിലോട്ടൊക്കെ തന്നെ ചെല്ലാൻ മടിക്കുന്നു, പണം കൊടുക്കണമല്ലോ എന്ന് ഓർത്തിട്ട്. ഇങ്ങനെ പോയാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാവും? ഗുരുവിനെ ഒന്നുകൂടെ കണ്ടേ പറ്റൂ. ഗുരുവിനോട് കാര്യങ്ങൾ പറയണം. ഗുരു തലശ്ശേരിയിൽ വരണം. എന്നാലേ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്ന് കുഞ്ഞിക്കണ്ണനെ തോന്നി. അങ്ങനെ ആ വർഷം സെപ്റ്റംബറിൽ കുഞ്ഞിക്കണ്ണൻ രണ്ടാമതും ശിവഗിരിയിലേക്ക് യാത്ര പോവുകയാണ്. കുഞ്ഞിക്കണ്ണൻ ആലപ്പുഴയിലെത്തി. ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തെത്തി.
കൊല്ലത്തൊന്നും അന്ന് തന്നെ പോകാൻ പറ്റിയില്ല. അന്ന് കുഞ്ഞിക്കണ്ണൻ ഒരു രാത്രി അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേന്ന് ശിവഗിരിയിലെത്തി. കുളിച്ചു ഗുരുവിൻ്റെ മുന്നിലെത്തി. ഗുരുവിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഗുരു പറഞ്ഞു, കുമാരനാശാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആളുകൾക്ക് ഇപ്പോൾ ക്ഷേത്രം വേണം എന്ന ഒരു ആഗ്രഹമെല്ലാം ഉണ്ട്. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ആളുകൾ പറയുന്ന പോലെയൊന്നും പണം തരുന്നില്ല. അവർ പറയുന്നത് ക്ഷേത്രം പണി തുടങ്ങട്ടെ എന്നിട്ട് പണം തരാമെന്നാണ്. അത് കേട്ടപ്പോൾ ഗുരുവിന് ചിരിയാണ് വന്നത്. ഗുരു പറയുന്നു, അതുവരെ പണം കൊണ്ട് ആവശ്യമൊന്നും ഇല്ലയോ? അവ എങ്ങനെ നിവർത്തിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ തൻ്റെ ഹൃദയാഭിലാഷം അത് സ്വാമിയോട് തുറന്നു പറഞ്ഞു. സ്വാമികൾ തന്നെ ഒന്ന് തലശ്ശേരിയിൽ നേരിട്ട് വരണം. സ്വാമികൾ വന്നാൽ കാര്യമൊക്കെ വേഗം നടക്കും. സ്വാമി കുഞ്ഞിക്കണ്ണനെ നോക്കി. കുഞ്ഞിക്കണ്ണൻ വളരെ സന്തോഷത്തോടെ സ്വാമിയെ നോക്കി. അപ്പോൾ സ്വാമി പറഞ്ഞു, നാം വരാം കുഞ്ഞിക്കണ്ണ. കോട്ടയത്തേക്കും കൊല്ലത്തേക്കും നമ്മെ ക്ഷണിപ്പാൻ ആളുകൾ വരുന്നുണ്ട്. ആ അവസരത്തിൽ തലശ്ശേരിയിലേക്കും വരാം. കുഞ്ഞിക്കണ്ണന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഇതാ സ്വാമി തൃപ്പാദങ്ങളുടെ ആ പദമലരുകൾ തലശ്ശേരിയിൽ എത്താൻ പോകുന്നു. എത്രയും പെട്ടെന്ന് ഇത് ആളുകളെയൊക്കെ അറിയിക്കണമെന്ന് കുഞ്ഞിക്കണ്ണന് തോന്നി. കുഞ്ഞിക്കണ്ണന് അന്ന് തലശ്ശേരിയിലേക്ക് മടങ്ങിയില്ല, അനുവാദം കിട്ടാത്തത് കൊണ്ട്. പിറ്റേന്ന് മടങ്ങാൻ വേണ്ടിയിട്ട് അനുവാദം ചോദിക്കാൻ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പർണശാലയുടെ അടുത്തൊരാൾക്കൂട്ടം. അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ കാണുന്നത് കുറെ ആളുകൾ ഒരു സ്ത്രീയെ കൈയും കാലും കെട്ടി ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ സ്ത്രീക്ക് എന്തോ പ്രേതബാധ ഉപദ്രവമാണ്. അവരെ ഒഴിപ്പിക്കാൻ ചെന്ന ആളുകളെയൊക്കെ മന്ത്രവാദികളെയൊക്കെ ആ സ്ത്രീ അടുക്കുകയാണ്. അപ്പം അവർക്ക് രക്ഷ വേണം. അതിന് ആ സ്ത്രീയെ കൊണ്ടിട്ട് ആ ആളുകൾ ഗുരുവിൻ്റെ സന്നിധാനത്തിൽ എത്തിയിരിക്കുകയാണ്. ഗുരു അപ്പോൾ അവളുടെ കൈയും കാലും കെട്ടഴിച്ച് വിടാൻ പറഞ്ഞു. അങ്ങനെ അവളെ അഴിച്ചു വിട്ടു. അപ്പോൾ സ്വാമി ചോദിച്ചു, നീ ആര്? ആ സ്ത്രീ പറഞ്ഞു, ഗന്ധർവൻ. അപ്പോൾ ഗുരു ചോദിച്ചു, ഗന്ധർവന്മാർ പലരുണ്ടല്ലോ, അതിലാരാണ്? അവൾ പറഞ്ഞു, പൂമാല ഗന്ധർവൻ. എന്നാൽ പോകണം. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല, ആര് പറഞ്ഞാലും പോകില്ല. ഈ സമയം സ്വാമികളിൽ പെട്ടെന്ന് ഒരു രൗദ്രഭാവം മുഖത്ത് വന്നു. സ്വാമി ആ ഒരു ഭാവത്തോടൊപ്പം തന്നെ ആ സ്ത്രീയോട് പറഞ്ഞു, നീ പോകണം. ആ സമയത്ത് ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ശിഷ്യന്മാർക്ക് പോലും ഭയം തോന്നി. ഗുരു പറഞ്ഞു, ഒരു സാധു സ്ത്രീയെ ഇങ്ങനെ പരിഗ്രഹിച്ചു കൊണ്ടുപോകാൻ നാം അനുവദിക്കുകയില്ല, ഉടൻ പോകണം. സ്വാമിയുടെ കണ്ടത്തിൽ നിന്നും വളരെ പൗരുഷത്തോടെ പുറപ്പെട്ട ഈ ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ചു. ആ സമയം ആ സ്ത്രീയിൽ ചില ഭാവമാറ്റങ്ങളൊക്കെ വന്നു. അവൾ പെട്ടെന്ന് ബോധരഹിതയായിട്ട് വീണു. സ്വാമി അവിടെ തന്നെ നിന്നു. അവൾ സാവകാശം എഴുന്നേറ്റ് സ്വാമിയെ സാഷ്ടാംഗം നമസ്കരിച്ച് കരഞ്ഞു. ഇവരെ കൊണ്ടുപോയിക്കൊള്ളൂ, ഇനി ബാധ വരില്ല എന്ന് മൊഴിഞ്ഞ് സ്വാമി അവരെ അനുഗ്രഹിച്ച് യാത്ര അയച്ചു. അപ്പോഴേക്കും സ്വാമിയുടെ ശാന്തഭാവം തിരികെ വന്നിരിക്കുന്നു. കുഞ്ഞിക്കണ്ണൻ ഇതെന്താണ്, കാമനെ ചുട്ട സാക്ഷാൽ ശിവഭഗവാനാണോ ഇത് എന്ന് വരെ തോന്നി. അങ്ങനെ ആ സ്ത്രീയെ കൊണ്ട് അവർ പോയി. കുഞ്ഞിക്കണ്ണൻ സായനത്തിൽ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. തലശ്ശേരിക്ക് മടങ്ങി പോകാനായിട്ട് അനുവാദം ചോദിച്ചു. കുറേ നേരം കുഞ്ഞിക്കണ്ണനെ തന്നെ നോക്കി ഗുരു അങ്ങനെ നിന്നു. എന്നിട്ട് ഗുരു കുഞ്ഞിക്കണ്ണന് പോകാൻ അനുവാദം കൊടുത്തു. അങ്ങനെ കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിയിലേക്ക് തിരികെ പോന്നു. കുഞ്ഞിക്കണ്ണൻ തലശ്ശേരിയിലേക്ക് വരാനായി സ്വാമിയോട് അഭ്യർത്ഥിച്ച സമയത്ത് സ്വാമി പറയുന്നുണ്ട്, കോട്ടയത്തേക്കും കൊല്ലത്തേക്കും നമ്മെ ക്ഷണിപ്പാനായിട്ട് ആളുകൾ വരുന്നുണ്ട്, ആ സമയത്ത് തലശ്ശേരിയിലേക്ക് വരാമെന്ന്. എന്നിട്ട് അടുത്തു നിന്ന് വേലുസ്വാമിയോട് പറയുന്നുണ്ട്, നാം തലശ്ശേരിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് കുഞ്ഞിക്കണ്ണന് കത്തയച്ച് വിവരം അറിയിക്കണമെന്ന്. എന്താണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി തലശ്ശേരിയിൽ തിരികെ എത്തിയ കുഞ്ഞിക്കണ്ണൻ ദേവേശമേനോനോട് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുന്നു. താൻ ശിവഗിരിയിൽ പോയതും സ്വാമി വരാമെന്ന് സമ്മതിച്ചതുമൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി വീണ്ടും ഊർജിതമായി പണപ്പിരിവുകളൊക്കെ നടത്തി തുടങ്ങി. സ്വാമി വരുന്നതും കാത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം അതിരാവിലെ തന്നെ പോസ്റ്റ്മാൻ കുഞ്ഞിക്കണ്ണനെ കാണാനെത്തി. കുറച്ചുകൂടെ വൈകി വന്നാൽ കാണാൻ സാധിക്കില്ലല്ലോ, അതുകൊണ്ടാണ് അതിരാവിലെ വന്നതെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ആ കത്ത് തുറന്ന് വായിച്ചപ്പോൾ അത് വേലുസ്വാമിയുടെ കത്താണ്. തൃപ്പാദങ്ങൾ കോട്ടയത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ചെന്ന് തലശ്ശേരിയിലേക്ക് കൊണ്ടുവരാനായിട്ട് തയ്യാറെടുത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ കത്ത്. സ്വാമി തൃപ്പാദങ്ങൾ കോട്ടയത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു, വേഗം ചെന്ന് കൂട്ടിക്കൊള്ളുക, തലശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. ഈ ഒരു വാർത്ത
കുഞ്ഞിക്കണ്ണൻ കാത്തിരുന്ന ആ വാർത്ത ഇതാ കത്തിലൂടെ വന്നിരിക്കുന്നു. കുഞ്ഞിക്കണ്ണന് വലിയ സന്തോഷം. എത്രയും പെട്ടെന്ന് സ്വാമിയെ തലശ്ശേരിയിലെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ ആ മനസ്സ് വെമ്പൽ പൂണ്ടു. കത്ത് കിട്ടിയിട്ട് പത്തലായി ഗോവിന്ദനെയും കൂട്ടി കുഞ്ഞിക്കണ്ണൻ 1906 മാർച്ച് 10 തലശ്ശേരിയിൽ നിന്നും കൊച്ചി വഴി കോട്ടയത്തേക്ക് യാത്ര പുറപ്പെട്ടു. കോട്ടയത്തേക്ക് വള്ളത്തിലാണ് യാത്ര പോയത്. അവിടെ പിറ്റേന്ന് പുലരാറായപ്പോൾ കോട്ടയത്തെത്തി. അവിടെ ഒരു വെളിച്ചം കണ്ട ഒരു വീടിന് അടുത്ത് വള്ളം അടുപ്പിച്ചു. ആ വീട്ടിലൊരു അമ്മയുണ്ടായിരുന്നു. ആ അമ്മയോട് പല്ല് തേക്കാൻ അല്പം ഉമ്മിക്കിരിയും വെള്ളവും കിട്ടുമോ എന്ന് ചോദിച്ചു. എവിടെ നിന്നാണ് വരുന്നതെന്ന് ആ അമ്മ ചോദിച്ചു. ഗുരുസ്വാമിയെ കാണാൻ വരികയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഉമ്മിക്കറിയും വെള്ളവും കൊടുത്തു. പല്ല് തേച്ചാൽ മതിയോ, എന്തെങ്കിലും കഴിക്കണ്ടോ എന്ന് അമ്മ ചോദിച്ചു. കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് കുഞ്ഞിക്കണ്ണനും. എന്താണ് ഇഷ്ടമെന്ന് ചോദിച്ചു. കഞ്ഞി കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ആ അമ്മ പോയി തേങ്ങാപ്പാൽ ചേർത്ത കഞ്ഞിയും വിഭവങ്ങളും ഒക്കെ കൊണ്ടുവന്നു കൊടുത്തു. അവര് ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, ഗുരുസ്വാമിയെ കാണാനാണ് വന്നതെങ്കിൽ നാളെ സ്വാമി ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ തർക്കം പരിഹരിക്കാനായി ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം, ഇന്നിവിടെ വിശ്രമിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ കുഞ്ഞിക്കണ്ണൻ അവിടെ കാത്തു നിന്നില്ല. അന്ന് തന്നെ സ്വാമിയെ കാണണമായിരുന്നു. അങ്ങനെ കുഞ്ഞിക്കണ്ണൻ പത്തലായി ഗോവിന്ദനെയും കൂട്ടി സ്വാമിയെ കാണാൻ വേണ്ടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി. കുറേ ദൂരം അവർ നടന്നു. പൂഴിമണ്ണിലൂടെയൊക്കെ നടന്ന്, പിന്നെ മണൽ വഴിയിലൂടെ എല്ലാം നടന്ന് ഒരു തെങ്ങിൻ തോപ്പിലെത്തി. അവിടെ കുറച്ചു നേരം അവർക്ക് വിശ്രമിക്കണമെന്ന് തോന്നി. വിശ്രമിച്ചിരുന്ന സമയത്ത് ആ തോപ്പിന്റെ ഉടമസ്ഥൻ വന്നു. കാര്യമൊക്കെ അന്വേഷിച്ചു. ഗുരുസ്വാമിയെ കാണാൻ വേണ്ടി വന്നവരാണെന്ന് അറിഞ്ഞപ്പോൾ ആ തെങ്ങിൻ തോപ്പിന്റെ ഉടമസ്ഥൻ പണിക്കാരെ വിളിപ്പിച്ച് 2 കരിക്ക് പറപ്പിച്ച് അവർക്ക് കൊടുത്തു. ആ കരിക്കൊക്കെ കുടിച്ചപ്പോൾ അവരുടെ യാത്രാക്ഷീണം നന്നായി മാറി. ഇനി അവർക്ക് യാത്ര വീണ്ടും തുടരണം. എത്രയും പെട്ടെന്ന് ഗുരുവിനെ കാണണം. അങ്ങനെ അവർ കടത്തുകടവിലെത്തി. ഒരു തോണി വാടകയ്ക്ക് സംഘടിപ്പിച്ച് ആ തോണിയിലേറി ഗുരുവിൻ്റെ അടുത്തേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര അല്പം പരീക്ഷണം നിറഞ്ഞതായിരുന്നു. പരീക്ഷണം നിറഞ്ഞ ആ യാത്ര, അതേപ്പറ്റി നമുക്ക് അടുത്ത അധ്യായത്തിൽ ശ്രമിക്കാം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ചരിത്രം അടുത്ത അധ്യായത്തിൽ തുടരും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.